ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുവൻ. ദൈവത്തോട് നന്ദി കാണിക്കുവൻ. ദൈവം ദൈവമാണെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവൻ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതം ദൈവം നമുക്ക് ദാനം നൽകിയതാണ്. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം എന്നെഴുതിയിരിക്കുന്ന പോലെ ദൈവത്തെ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ പകൽ ദൈവത്തിൻ്റെ ദാനമാണ്. രാവിലെ തോറുമുള്ള ദൈവത്തിൻ്റെ ദയ അത് വലുതാണ്. അതിന്ന് പകൽ നിങ്ങൾ അനുഭവിക്കുകയാണ്. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും ദൈവത്തിൻ്റെ ദയ നിങ്ങളെ വിട്ട് മാറുകയില്ല. ഇവിടെ പിതാക്കന്മാർ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറഞ്ഞ് സ്തുതിക്കുകയാണ്. ദൈവഭക്തനായ ദാവീദ് പറഞ്ഞു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞു, എൻ്റെ ഈ ഭൂമിയിലെ ആവശ്യങ്ങളൊന്നും നിറവേറിയില്ലെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിൽ സന്തോഷിക്കും, ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം സ്തുതികളിന്മേൽ അധിവസിക്കുന്നവനാണ്. നമ്മുടെ ദൈവം സ്തുതിക്ക് യോഗ്യനാണ്. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കുവിൻ. സ്വർഗത്തിൽ സാറാഫുകൾ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുകയാണ്. ദൈവം പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് അവരാർപ്പിടുകയാണ്, മഹത്വം കൊടുക്കുകയാണ്. ദൈവം നമ്മെപ്പോലെ ഉള്ളവനാണോ? അല്ല. ദൈവം നമ്മുടെ സൃഷ്ടിതാവാണ്, ഉടയവനാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കുവിൻ. അപ്പോൾ തന്നെ ദൈവത്തിന് നന്ദി പറയുവൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുവാൻ ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ ഒത്തിരിയുണ്ട്. തൻ്റെ പുത്രനായ യേശുവിനെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നത് നമുക്ക് മറക്കുവാൻ കഴിയുകയില്ല. ആ കാൽവറി ദർശനം നമുക്ക് മറക്കുവാൻ കഴിയുകയില്ല. നന്ദി പറയാം. നന്ദിയുള്ളൊരു ഹൃദയം എപ്പോഴും നമുക്കുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്ക് നന്ദി പറയാം. അബ്രഹാം സഞ്ചരിച്ച വഴികളിലെല്ലാം അബ്രഹാം ദൈവത്തിന് യാഗപീഠം ഉണ്ടാക്കി ദൈവത്തെ ആരാധിച്ചു. ആരാധന വ്യക്തിപരമാണ്, നന്ദി വ്യക്തിപരമാണ്. ഹാബേലിൻ്റെ യാഗം ഉത്തമമായിരുന്നു. അവന് ദൈവമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. അവൻ ദൈവത്തെ ആരാധിച്ചിരുന്നു. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ? നന്ദി പറയാൻ സമയമെടുക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുന്നുണ്ടോ? കൊടുക്കണം. നന്ദി പറയണം. അത് അനുഗ്രഹമാണ്, നന്മയാണ്. നാം ദൈവത്തെ ഭയപ്പെടണം, ബഹുമാനിക്കണം. ദൈവം യോഗ്യനാണ്, ദൈവം വലിയവനാണ്, ദൈവ സ്നേഹമാണ്. എത്ര നന്ദി പറഞ്ഞാലും സ്തുതിച്ചാലും മതി വരാതിരിക്കത്തക്കവണ്ണം ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇന്ന് പകൽ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ദൈവത്തിന് നന്ദി പറയാം. പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.